നമസ്കാരം. പിലാത്തി NHS സ്പെഷ്യൽ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയിലെ പുതിയ സാമ്പത്തിക പ്രതിസന്ധികളും രോഗനിർണയ രംഗത്തെ പുരോഗതിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ആഴ്ചയിലെ പ്രധാന NHS വാർത്തകൾ. NHS സാമ്പത്തിക പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ച് ആരോഗ്യരംഗത്തെ പ്രമുഖർ. ബ്രിട്ടീഷ് ചാൻസലറുടെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിനു പിന്നാലെ NHS നേരിടുന്ന കടുത്ത സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ച് NHS കോൺഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകി. സ്റ്റാഫ് പേ അവാർഡ്, ഡോക്ടർമാരുടെ സമരം, മരുന്നുകളുടെ വർദ്ധിച്ച ചെലവ്, ആഗോള സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പം എന്നിവ NHS ബജറ്റിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് പോളിസി ഡയറക്ടർ ഡോക്ടർ ലെയ്ല മക്കേ പറഞ്ഞു. ഇത് സേവനങ്ങളെയും സ്റ്റാഫ് നിലവാരത്തെയും ബാധിച്ചേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. എല്ലുകളുടെ ആരോഗ്യം കണ്ടെത്താൻ പുതിയ 20 സ്കാനറുകൾ. എല്ല് തേയ്മാനം അഥവാ ഓസ്റ്റിയോപൊറോസിസ്, ഒടിവുകൾ എന്നിവ നേരത്തെ കണ്ടെത്താനായി ഇംഗ്ലണ്ടിലുടനീളം 20 പുതിയ അത്യാധുനിക ബോൺ സ്കാനറുകൾ സ്ഥാപിക്കുന്നു. 10,000-കണക്കിന് രോഗികൾക്ക്, പ്രത്യേകിച്ച് ഉയർന്ന രോഗാവസ്ഥയുള്ള സ്ത്രീകൾക്കും പ്രായമായവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. രോഗനിർണയത്തിനുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും കൃത്യമായ ചികിത്സ നേരത്തെ ആരംഭിക്കാനും ഇത് സഹായിക്കും. കഴിഞ്ഞ വർഷം മാത്രം ഇത്തരം 16,000 അധിക സ്കാനുകൾ NHS വിജയകരമായി പൂർത്തിയാക്കി. ഷിംഗിൾസ് വാക്സിൻ. അർഹരായവർ മുന്നോട്ട് വരണമെന്ന് നിർദ്ദേശം. അരിമ്പാറയ്ക്ക് സമാനമായതും കഠിനമായ വേദനയുണ്ടാക്കുന്നതുമായ ഷിംഗിൾസ് രോഗത്തിനെതിരെയുള്ള സൗജന്യ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് UKHSA അറിയിച്ചു. 65 വയസ്സ് തികഞ്ഞവർക്കും പ്രതിരോധശേഷി കുറഞ്ഞ 18 വയസ്സിന് മുകളിലുള്ളവർക്കും ഈ വാക്സിൻ സൗജന്യമാണ്. ചിക്കൻ പോക്സ് വൈറസ് വീണ്ടും സജീവമാകുന്നത് മൂലമാണ് ഷിംഗിൾസ് ഉണ്ടാകുന്നത്. ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദനയ്ക്കും നാഡീ സംബന്ധമായ തകരാറുകൾക്കും കാരണമായേക്കാം. അതിനാൽ അർഹരായവർ എത്രയും വേഗം GPയുമായി ബന്ധപ്പെടുക. നോറോ വൈറസ് ബാധ, ജാഗ്രത തുടരണം. യുകെയിൽ നോറോ വൈറസ് ബാധിതരുടെ എണ്ണം ഉയർന്ന നിലയിലാണെങ്കിലും നിലവിൽ സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുന്നതാണ് ഏറ്റവും ഫലപ്രദം. ആൽക്കഹോൾ ജെല്ലുകൾ നോറോ വൈറസിനെ നശിപ്പിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപരിതലങ്ങൾ വൃത്തിയാക്കാൻ ബ്ലീച്ച് അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രായമായവരെയോ ഗർഭിണികളെയോ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.